നമസ്കാരം, ഞാൻ രമ്യ. ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണൻ, ക്രിയ, ബുദ്ധിയാണ്. ഈ ആഴ്ച പറയുന്നത് ഈ ആഴ്ച കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഫീലിങ്സൊക്കെ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊരു മോശം കാര്യമല്ല. നമുക്ക് കുറച്ച് സ്നേഹം, കെയർ, അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്നും മറക്കരുത്. കുറച്ച് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ആഴ്ച കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ മൂവ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് പ്ലാൻസ് ചേഞ്ച് ആവും, കണക്ഷൻസ് വരും, ഒരു കാര്യം മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യും. ഇതൊന്നും നമ്മുടെ കൺട്രോളിലില്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് പോകും. പക്ഷെ ഒട്ടും പാനിക് ആവരുത്. ആ ഫ്ലോ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നും പുഷ് ചെയ്യാനോ ഒന്നും ഫോഴ്സ് ചെയ്യാനോ ശ്രമിക്കരുത്. ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡിസിഷൻ എടുക്കുമ്പോഴും ഈ ആഴ്ച എല്ലാവരോടും ചോദിച്ച് കൺഫ്യൂസ് ആവരുത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ക്ലാരിറ്റി ഉണ്ട്. മൈൻഡ് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം ക്വയറ്റായിട്ടിരുന്ന് മനസ്സെന്താ പറയുന്നത് എന്നുള്ളത് കേൾക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. പഴയ ഡൗട്ട്സ്, പഴയ പേടി, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് ശരിയാണോ എന്നുള്ള വരുന്ന ചിന്തകളൊക്കെ സമയത്ത്, അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഈ ആഴ്ച ആ ചിന്തകളെല്ലാം ഒന്ന് സൈഡിൽ മാറ്റി വയ്ക്കുക. കാരണം നിങ്ങളുടെ വഴി ഒരിക്കലും തെറ്റല്ല. സ്ലോ ആയാലും ഓക്കെയാണ്, ഫാസ്റ്റ് ആയാലും ഓക്കെയാണ്. കമ്പയർ ചെയ്യരുത്. പഴയതാണോ ഇപ്പോഴത്തെ ആണോ ശരി, പഴയ ഡൗട്ടുകളെല്ലാം പുറത്ത് വരികയാണെങ്കിലും ഇതെല്ലാം സൈഡിൽ മാറ്റി വയ്ക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ആഴ്ച ഹാർട്ട് ഓപ്പൺ ആക്കി വയ്ക്കുക. ലൈഫിനെ ഫൈറ്റ് ചെയ്യാതിരിക്കുക. ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഒന്നും പുഷ് ചെയ്യരുത്, ഒന്നും ഫോഴ്സ് ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഗട്ടിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സെൻസ്, മനസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എല്ലാം സെറ്റിലാവാൻ സമയമെടുക്കും. പതുക്കെ എല്ലാം ഓക്കെ ആവുള്ളൂ. നന്ദി, നമസ്കാരം.